തിരുവനന്തപുരത്തേക്കില്ല എന്ന വിവരമാണ് അല്പസമയം മുൻപ് AV ജയശങ്കർ നൽകിയത്. അടൂരിൽ ഒരു സ്വകാര്യ ഗൃഹ സന്ദർശനത്തിലാണ് അദ്ദേഹം ഉള്ളത്. സന്ദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് AV ജയശങ്കറിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. അതിനിടെ പ്രശാന്ത് ശിവൻ, അദ്ദേഹം BJPയുടെ പാലക്കാട് മേഖലാ പ്രസിഡന്റാണ്, BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അവന്തിക രാഹുലിന്റെ സ്ക്രീൻഷോട്ട് തനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്നതാണ്. പ്രശാന്ത് ശിവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്തരത്തിൽ ചില തെളിവുകൾ കൂടിയുണ്ട്. അതായത് ഈ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിലും അദ്ദേഹം ശ്രമം നടത്തുകയാണെന്ന് തന്നെയാണ്. ഒരുപക്ഷെ നേതൃത്വത്തെ കൂടി അത് ബോധ്യപ്പെടുത്താനുള്ള നീക്കം അദ്ദേഹം നടത്തുന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതണം. നേതൃത്വം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി തന്നെയാണ് ആവശ്യമെന്ന് ഏറ്റവും മുതിർന്ന നേതാക്കൾ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ ഒരു കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിനെ ഒരിക്കൽ കൂടി VD സതീശൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത് പാർട്ടിക്ക് തന്നെ നാണക്കേടായി മാറും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ എന്നത് ഹൈക്കമാൻഡിനെ കൂടി അറിയിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി എന്നതാണ്. VD സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുത്ത നടപടിയിലേക്ക് നേതൃത്വം പോകുന്നു എന്നതിൻ്റെ സൂചന കൂടി പുറത്തു വരുമ്പോഴാണ് ഒരു തെളിവുമായി വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശാന്ത് ശിവൻ സംസാരിക്കുന്നത് കേൾക്കാം. ഈ നോട്ടുകളെല്ലാം പറഞ്ഞിരിക്കുന്നത് അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അവർ പറയുന്ന മെസ്സേജുകൾ 21-ാം തീയതി അല്ല, ഇതിനകത്ത് അവർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അവർക്ക് ഭയങ്കര പേടിയുണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നതെന്നുള്ള ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ധൈര്യമായിട്ട് അവരോട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു ആള് വിഷമവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതിനുശേഷം അന്ന് രാത്രി തന്നെ അവർ തുറന്നു പറഞ്ഞതിന് ശേഷം മുഴുവൻ സൈബർ ആക്രമണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച, അതായത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ, അല്ലേ, ബുധനാഴ്ച വൈകുന്നേരം അല്ലേ വരുന്നത്, 20-ാം തീയതി വൈകുന്നേരം അല്ലേ വരുന്നത്, 20-ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. തേഴ്സ്ഡേ ആണ് എന്നോട് ഇങ്ങോട്ട് സമീപിച്ചിട്ടുള്ളത്. തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ 20th. അതിനുശേഷമാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം രാഹുൽ ഒഴിഞ്ഞുമാറിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായി ചോദിക്കുകയാണ്. വോയിസ് നോട്ടിനെ കുറിച്ച് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭഛിദ്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബോധപൂർവം നിർബന്ധിച്ച് ആ കരഞ്ഞു പറയുന്ന ഓഡിയോ കേൾക്കുന്ന സമയത്ത് തുടർന്ന് ബാക്കി പറയാൻ പറ്റില്ല. ആ വോയിസ് നോട്ട് കേട്ട് കഴിഞ്ഞു വെച്ചാൽ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാവർക്കും കുടുംബം ഉള്ളതാണ്, എല്ലാവരുടെയും ഫാമിലി. പാലക്കാട് BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ വാർത്താ സമ്മേളനമാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. അതിൽ അവന്തിക ചില സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നിരുന്നു എന്നതാണ്. ഈ ആരോപണമൊക്കെ ഉണ്ടായതിനു ശേഷം ചില സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരികയാണ് തനിക്ക് അവന്തിക ചെയ്തിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശാന്ത് ശിവൻ വിശദീകരിക്കും.